സാഗർ രചനയും ജോ ജോർജ് സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള ആസാദി പഴഞ്ചനെഴുത്ത് എത്രത്തോളം ഒരു നല്ല ട്വിസ്റ്റുള്ള കഥയെ മോശമാക്കുമെന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ഈ സിനിമയുടെ റിലീസിന് മുന്നോടിയായി പടത്തിന്റെ OTT റൈറ്റ്സ് ആദ്യമേ വിറ്റുപോയി എന്നും റീമേക്ക് റൈറ്റ്സ് വിൽക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുമൊക്കെ വാർത്തകൾ വന്നിരുന്നു. സൂപ്പർ സ്റ്റാർ സിനിമകൾ പോലും OTT ബിസിനസ് നടക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഈ ഒരു സിനിമ പ്രിവ്യൂ കണ്ട് വാങ്ങിയ OTT ആരാണെന്നറിയാൻ സത്യം പറഞ്ഞാൽ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ റീമേക്ക് റൈറ്റ്സ് ആളുകൾ വാങ്ങുന്നതിനെ തെറ്റ് പറയാൻ പറ്റില്ല. അവസാനത്തെ ട്വിസ്റ്റ് നിലനിർത്തി പടത്തിന്റെ ബാക്കി ഭാഗം മൊത്തം നല്ല രീതിയിൽ മാറ്റി എഴുതിയാൽ കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ ഉണ്ടാക്കിയെടുക്കാനുള്ള വകുപ്പ് ഈ പടത്തിനുണ്ട്. രഘുവിന്റെ ഭാര്യ ജയിലിലാണ്. ഭാര്യയുടെ സഹോദരിയെ കൊന്ന വ്യക്തിയെ കൊന്നതിനാണ് ഭാര്യ ജയിലിൽ പോയത്. ജയിലിലേക്ക് പോകുമ്പോൾ ഗർഭിണിയായിരുന്ന അവൾക്ക് ശിക്ഷ നടപ്പിലായി 7ാം മാസമായപ്പോൾ ഡേറ്റ് അടുത്തതുകൊണ്ട് ജയിൽ അധികൃതർക്ക് ഒരു സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ഭാര്യയെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള സുവർണാവസരമായിട്ട് ഇതിനെ രഘുവും ഭാര്യാപിതാവ് ശിവനും കാണുന്നു. അവർ നടത്തുന്ന പ്ലാനുകളും അതിന്റെ എക്സിക്യൂഷനുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ രചയിതാവായിട്ടുള്ള സാഗർ ഇതിനു മുന്നേ വീഗം, സത്യം മാത്രമേ ബോധിപ്പിക്കൂ, കനകരാജ്യം മുതലായ സിനിമകൾ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇതിൽ അവസാനം പറഞ്ഞ 2 ഞാൻ കണ്ടിട്ടുള്ളതാണ്. ക്രാഫ്റ്റ് കൊണ്ട് വളരെ പഴഞ്ചനായി തോന്നിയ സിനിമകളാണ്. അതായത് ഏതാണ്ട് 2 ദശാബ്ദങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്ന ചില സിനിമകളിലുള്ള പല എലമെന്റുകളും വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത് പോലെയുള്ള സിനിമകളാണ് സാഗറിൻ്റെത്. ആസാദിയിലേക്ക് വരുമ്പോഴും ഒരു ജയിൽ ബ്രേക്ക് സിനിമ എന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്ന എല്ലാ ടെംപ്ലേറ്റ് സാധനങ്ങളും അതിലുണ്ട്. ടെംപ്ലേറ്റ് പരിപാടിയെ ഒരു പരിധിവരെ ക്ഷമിച്ചാലും സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇതിലെ ഡയലോഗുകളാണ്. പണ്ടത്തെ സിനിമകളെ ഇന്ന് പലരും സ്പൂഫ് ചെയ്യുന്ന തരം ഡയലോഗുകൾ 2025 സിനിമയിലും സാഗർ ഉപയോഗിക്കുന്നുണ്ട്. വാണി വിശ്വനാഥ് അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രം ചില സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്ന ഓവർ കോൺഫിഡൻസ് കണ്ടാൽ ആ കഥാപാത്രത്തിന് പണി കിട്ടാൻ പോവുകയാണെന്ന് ജീവിതത്തിൽ മൊത്തത്തിൽ 5 സിനിമ കണ്ടിട്ടുള്ളവർക്ക് പോലും മനസ്സിലാകും. കാര്യമായ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ രഘു എന്ന കഥാപാത്രത്തെ ശ്രീനാഥ് ബാസി സ്ഥിരം ശൈലിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ ചരിത്രം അവസാനം മനസ്സിലാക്കുമ്പോൾ ബാസി ഫോളോ ചെയ്യുന്ന മെത്തേഡ് കഥാപാത്രത്തിന് യോജിച്ചതാണ് എന്ന് മനസ്സിലാകും. ഭാര്യയുടെ അച്ഛൻ ശിവൻ എന്ന കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത് ലാലാണ്. ഒരു ക്രിയേറ്റീവ് സജഷൻ ഭാവിയിൽ ലാലിനെ വെച്ച് സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംവിധായകരോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് കൊടുക്കുന്ന കഥാപാത്രത്തെ കൊണ്ട് ചുമപ്പിക്കരുത്. സീരിയസ് ആയ ചുമ വരെ ഇപ്പോൾ സ്വല്പം ട്രോൾ സ്വഭാവത്തിലാണ് കാണുമ്പോൾ തോന്നുന്നത്. രാജേഷ് ശർമ്മ വീണ്ടും ഒരു എക്സെൻട്രിക് മണ്ടൻ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇത്തരം ജോണറിലുള്ള സിനിമകളിൽ സ്ഥിരം കാണുന്ന സാഹചര്യങ്ങൾ കൊണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം ഇതിൽ പങ്കാളിയാകുന്ന കഥാപാത്രത്തെയാണ് അഭിരാം രാധാകൃഷ്ണൻ അവതരിപ്പിച്ചിട്ടുള്ളത്. തമാശയ്ക്ക് വേണ്ടി മാത്രം എഴുതി ചേർത്തതുപോലത്തെ കഥാപാത്രമാണ് അബിൻ ബിനു ചെയ്തിട്ടുള്ളത്. പണ്ടൊക്കെ ഏതെങ്കിലും നടന്മാരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് ശോഭി തിലകനെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിക്കാറായിരുന്നു പതിവ്. ഏതായാലും പുള്ളിയെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കാനും സിനിമാക്കാർ തീരുമാനിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. പ്രതാപകാലത്തെ പെർഫോമൻസിന്റെ മിമിക്രി കാണിക്കാൻ പുതിയ തലമുറയിലെ ഫിലിം മേക്കേഴ്സ് ആവശ്യപ്പെടുമ്പോൾ വാണി വിശ്വനാഥ് നോ പറയണമെന്നാണ് ഈ അടുത്ത കാലത്ത് അവർ ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും കാണുമ്പോഴും തോന്നിയിട്ടുള്ളത്. ആസാദിയിലൊക്കെ ഡയലോഗ് ഡെലിവറി എല്ലാം വളരെ ഫ്ലോപ്പ് ആയിരുന്നു. നയൻതാരയ്ക്കടക്കം മലയാളത്തിൽ ഡബ്ബ് ചെയ്തിട്ടുള്ള രവീണ രവിയുടെ പ്രധാന ടാലന്റ് അവരുടെ ശബ്ദമാണ്. എന്നാൽ അവർക്ക് ഈ സിനിമയിൽ ലഭിച്ചിട്ടുള്ള കഥാപാത്രം ഊമയാണ്. സിനിമയുടെ ക്രിയേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങിന്റെ അവസ്ഥ ആ ഒരു കാസ്റ്റിംഗ് ചോയ്സിൽ നിന്ന് തന്നെ ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. ജിലു ജോസഫ്, TG രവി മുതലായവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ അവസാനമുള്ള ട്വിസ്റ്റ് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ ആ ട്വിസ്റ്റ് വരെ എത്തിക്കിട്ടാൻ നമ്മൾ കടന്നു പോകേണ്ടത് ഒരു ലോഡ് ക്ലീശകളെയാണ്. ഒരു ഹോസ്പിറ്റലിന്റെ പശ്ചാത്തലത്തിൽ ഒരു പോലീസും കള്ളനും കളി എന്നതൊക്കെയാണ് സാഗർ ഉദ്ദേശിക്കുന്ന ആശയം. എന്നാൽ അതിന് വ്യക്തമായൊരു പ്ലാൻ ഒന്നുമില്ല. ഒരു ഘട്ടത്തിൽ രഘുവിനെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടും പോലീസ് അയാളെ വെറുതെ വിടുന്നതിന് പറയുന്ന എക്സ്ക്യൂസ് ഒക്കെ കോമഡിയാണ്. നമ്മളെ വഴിതെറ്റിക്കുന്ന ചില പ്ലോട്ട് ഡീവിയേഷനുകളൊക്കെ സാമാന്യം തരക്കേടില്ലാത്തതാണെങ്കിലും ആകപ്പാടെ പരന്നു പോകുന്ന പ്ലാനും പിന്നെ വിഷ്വലി ഒട്ടും കൺവിൻസിംഗ് ആകാത്ത അതിന്റെ എക്സിക്യൂഷനും പടത്തെ പിന്നോട്ട് വലിക്കുകയാണ്. സംഗതി മുഴുവൻ മനസ്സിലായ ശേഷം ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴും ചില ഘട്ടങ്ങളിൽ ഈ ഗ്യാങ് പാനിക് ആയതിന്റെയും ചില തീരുമാനങ്ങൾ എടുത്തതിന്റെയും ഒന്നും കാരണം അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. പല സ്ഥലത്തും പോലീസുകാരെ മണ്ടന്മാരാക്കിയിട്ട് നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങളെ ബുദ്ധിമാന്മാരാക്കാൻ സിനിമയുടെ എഴുത്ത് ശ്രമിക്കുന്നത് പോലെ തോന്നി. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് ആദ്യാവസാനം പോകുന്ന ഒരു സിനിമയാകാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ആസാദി. മാസ്റ്റർ പ്ലാൻ ഒളിപ്പിച്ചു വെക്കുന്ന സിനിമയുടെ രീതി ഒരു കോൺസെപ്ച്വൽ ലെവലിൽ രസകരമാണെങ്കിലും ഇതിന്റെ എഴുത്തിന്റെ അവസ്ഥ കൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ട്വിസ്റ്റുകളും നമ്മൾക്ക് ഒരല്പം പുരികം ചൊളിച്ചുകൊണ്ടേ കാണാൻ പറ്റും. ത്രില്ലർ സിനിമകൾ കാണുന്ന നിങ്ങളുടെ ഫ്രീക്വൻസി വളരെ കുറവാണെങ്കിൽ ആസാദി ഒരുപക്ഷെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്